കലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഫൈറ്റ്സ് എല്ലാം ഫേക്ക് ആണ് എന്നുള്ളതാണ്. കലി ഈ കാര്യത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ധാരാസിംഗും പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ WWE ഫൈറ്റ് ഒക്കെ അത് റെസ്ലിംഗ് അല്ല, എന്റർടൈൻമെന്റ് ആണ്, വെറും കള്ളത്തരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷെ അത് കള്ളത്തരമായിരുന്നെങ്കിൽ, അത്രയ്ക്ക് ഈസി ആയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും റിങ്ങിൽ ഒരുപാട് പേരുണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നോക്കാറുണ്ട്. ഇവിടുന്നും ഒരുപാട് റെസ്ലേഴ്സ് അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഒരുപക്ഷെ ആർക്കെങ്കിലും കള്ളത്തരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ റിങ്ങിലേക്ക് വന്ന് എൻ്റെ കൂടെ റെസ്ലിംഗ് ചെയ്യട്ടെ. പിന്നെ അവർ തന്നെ മനസ്സിലാക്കും ഈ നടക്കുന്നത് ഫേക്കാണോ അല്ല യാഥാർത്ഥ്യമാണോ എന്ന്. പിന്നെ ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല. താങ്കൾ മറ്റുള്ളവരെ എടുത്ത് താഴെ എറിയാറില്ലേ? യഥാർത്ഥത്തിൽ അത് സത്യമാണോ? ആ, സത്യമാണ്. അങ്ങനെ എറിയാണെങ്കിൽ മരിച്ചു പോയില്ലേ? മരിച്ചുപോയില്ലെന്ന് ചോദിച്ചാൽ അതിനാണ് ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നത്. അതായത് 9 to 10 years ഞങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരീരം സ്ട്രോങ് ആയി, മനസ്സും അങ്ങനെ തന്നെ. ഇതങ്ങനെ ഒരു ശീലമാകും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ എടുത്ത് എറിഞ്ഞ് താഴെ വീണതിന് ശേഷം ആ റോപ്പിന്റെ മേളിൽ കയറി അയാളുടെ മേളിലേക്ക് ചാടും. അതുമൊക്കെ സത്യമാണോ? അതെ, സത്യമാണ്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് അടിക്കും. അതെല്ലാം സത്യമാണ്. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കില്ല. ജനങ്ങൾ അതൊരിക്കലും വിശ്വസിക്കില്ല. വീണ്ടും അവരെങ്ങനെ എഴുന്നേറ്റ് വന്നു എന്നാണ് അവർ നോക്കുക. മറ്റുള്ളവർ പറയും ഇതൊക്കെ ക്യാമറ ട്രിക്കാണെന്ന്. ഇപ്പോ ഞാൻ നിങ്ങളോടൊന്ന് പറയാം, അവരവരുടെ ഭാര്യമാരോട് പറയല്ലേ ഇതൊക്കെ ക്യാമറ ട്രിക്കാണെന്ന്. അതായത് ഇത് യാഥാർത്ഥ്യമാണ്. ഈ റെസ്ലിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാണ്. തീർച്ചയായിട്ടും പരിക്കുകൾ പറ്റും. അതായത് WWE-യിൽ എത്രമാത്രം പരിക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ വേറെ ഒരു സ്പോർട്സിലും ഇത്രയ്ക്ക് പരിക്കേൽക്കില്ല. ഏതൊരു സ്പോർട്സ് ആണെങ്കിലും, ഫുട്ബോൾ ആകട്ടെ അല്ലെങ്കിൽ ബോക്സിംഗ് ആകട്ടെ, ഏത് സ്പോർട്ടാണെങ്കിലും ശരി, ഞങ്ങൾക്ക് മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഒരുപാട് പരിക്കുകൾ പറ്റും. ഒരുപക്ഷെ കള്ളത്തരമാണെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കുക? ചില പ്രാവശ്യമൊക്കെ റഫറി അടിക്കാറുണ്ട്. അതും സത്യമാണോ? അതെ, അതും സത്യമാണ്. നിങ്ങൾ എന്തൊക്കെ കാണുന്നു അതൊക്കെ സത്യമാണ്. റിങ്ങിന് പുറത്തുപോയി അടിക്കാറുണ്ട്. അതും സത്യം തന്നെയാണോ? അതും സത്യമാണ്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമില്ലേ? റൂൾസ് എന്ന് പറഞ്ഞു ഒന്നുമില്ല. അതെ, നിങ്ങൾ എന്തൊക്കെ കാണുന്നു അതൊക്കെ റിയൽ ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരവർക്ക് തോന്നുന്ന പോലെ അവരവരുണ്ടാക്കും. ചില സമയങ്ങളിൽ ആരെങ്കിലും അടിക്കാൻ വേണ്ടി കസേര വരെ എടുത്തോണ്ട് വരും. അതെ അതെ, അതൊക്കെ റിയലാണ്. അതൊക്കെ സത്യമാണ്. കസേര കൊണ്ട് അടിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള റൂൾസ് ഒന്നുമില്ലേ? ഇല്ല, അതുകൊണ്ടാണ് ഇതിന് WWE എന്ന് പേര് വെച്ച. ഇവിടെ എല്ലാം റിയൽ തന്നെ. ഞാൻ കേട്ടത് ആ മാറ്റിന്റെ അടിയിൽ, അതിന്റെ അടിയിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ധാരാളം ബെഡുകൾ കാണും. പിന്നെ അതിന്റെ അടിയിൽ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി സ്പ്രിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളോട് തെളിച്ചു പറയാം. അതായത് താഴെ ഒരു സ്റ്റീൽ ബീം ഉണ്ടാകും. പിന്നെ അതിനു മുകളിൽ എന്താ പറയാന്ന് വെച്ചാൽ അതിന് ഒരു പ്ലാങ്ക് ഉണ്ടാകും. ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ടാകും. അതിന് കുറച്ച് വണ്ണം ഉണ്ടാകും. കാരണം അതിനടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴ്ന്നു പോകും. അതിനടിയിൽ സ്പ്രിങ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് താഴ്ന്നു പോയേനെ. പിന്നെ അത് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യും, വളരെ സ്ട്രോങ് ആയിട്ട്. പിന്നെ അതിനകത്ത് സ്പ്രിങ് ഉണ്ടാകും എന്നത് നിങ്ങളുടെ സങ്കല്പമാണ്. അത് ഇത്ര ഉയരത്തിലുണ്ടാവുമല്ല, അതായത് 4 അടി ഹൈറ്റിലുണ്ടാകും. അതിൽ വലിയ വലിയ വുഡൻ പ്ലാങ്കുകളൊക്കെ ഉണ്ടാകും. അതിനു മുകളിൽ ഫോം പാഡിംഗ് ഉണ്ടാകും. അതിനു മുകളിൽ ക്യാൻവാസ് കവർ ഉണ്ടാകും. അതായത് ഒരു പക്ഷേ അവിടെ സ്പ്രിങ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മൈക്കുണ്ട്, ഒരുപാട് ശബ്ദം കേൾക്കും. അവിടെ അങ്ങനെ ഒന്നുമില്ല. അവിടെ ഉള്ളതാകെ വുഡ്, പിന്നെ സ്റ്റീൽ റാഡ്. ഓരോ 2 അടിയിലും ഓരോ സ്റ്റീം ബീം ഉണ്ടാകും. പിന്നെ ചിലരുടെ മുഖത്തു നിന്നൊക്കെ രക്തം വരുമല്ലോ, അതൊക്കെ സത്യമാണോ? അതും സത്യമാണ്. ഞാൻ അറിഞ്ഞത് അതൊരു ക്യാപ്സ്യൂളാണ്. ഒരു അമേരിക്കൻ ചാനൽ ലോസ് ഏഞ്ചൽസിൽ അവർ പറയുന്നത് റഫറി അത് കൊടുക്കുന്ന സമയത്ത് അവരതെടുത്ത് പോക്കറ്റ് വെച്ചിട്ട് പിന്നെ എടുത്ത് മുഖത്തും ഒക്കെ തേച്ച് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടു. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ജനങ്ങളുടെ സങ്കല്പങ്ങളാ. ക്യാപ്സ്യൂളെ കൊണ്ടെന്ന് ജനങ്ങൾ പറയുന്നത് വെറും കള്ളമാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാപ്സ്യൂൾ ഞങ്ങൾ തലയിലേക്ക് ഇടുമായിരുന്നു. അവിടെയാണെങ്കിൽ 25,000 ജനങ്ങൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇത് കള്ളമാണെങ്കിൽ അവരൊക്കെ എഴുന്നേറ്റ് പോവില്ലേ? എല്ലാവരും ചോദിക്കില്ല ഞങ്ങൾ വിഡ്ഢികളാക്കുകയാണോ എന്ന്. ഡിസ്റ്റൻസ് ഇത്രയേ ഉണ്ടാവും. ഒരു 3 അടി 4 അടി അകലത്തിൽ ഓഡിയൻസ് ഇരിക്കുന്നുണ്ടാകും. അവിടെ ഒരാളോ 2 ആളോ അല്ല,
ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേനെ. താങ്കൾ പറഞ്ഞു വരുന്നത് അതായത് ഇതേ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വെറുതെയാണ്, കള്ളമാണ്. ജനങ്ങൾ പറയുന്ന പോലെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ വെറും നുണയാണ്. ഞങ്ങളുടെ ഗെയിമിൽ ആ ക്യാപ്സ്യൂളിന് ഒരു ഉപയോഗവുമില്ല. പറഞ്ഞു വരുന്നത് WWE നടക്കത്തില്ല, മറ്റെവിടെയെങ്കിലും. ഒരുപക്ഷെ അത് വേറെ എവിടെയെങ്കിലും സംഭവിക്കാം, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ക്യാപ്സ്യൂൾ എവിടെയെങ്കിലും ഉണ്ടാവാം, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ ആ ക്യാപ്സ്യൂളിന് ഇവിടെ യാതൊരു ഉപയോഗവുമില്ല. ഞാനിപ്പോൾ താങ്കളെ ആ ക്യാപ്സ്യൂൾ കാണിക്കാം. ഞങ്ങളത് ജർമ്മനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ്. അതെ, ആ ക്യാപ്സ്യൂളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്താൽ മതി. കാണാൻ അത് ബ്ലഡ് പോലെ തന്നെ ഉണ്ടാകും. ഓക്കെ റിയൽ സാർ, ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങളും ആ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാൻ തുടങ്ങാം. പിന്നെ ഞങ്ങൾക്ക് അടി കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഈ ഷോ കഴിഞ്ഞാൽ ആ ക്യാപ്സ്യൂൾ നിങ്ങൾ എനിക്ക് തരൂ, അതെനിക്ക് ഉപയോഗപ്പെടും. ഞങ്ങൾ ഇനി അടി കൊള്ളില്ല. അത് ആ ക്യാപ്സ്യൂൾ എടുത്ത് ഇങ്ങനെ തലയിൽ വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്യാപ്സ്യൂൾ ആ, ഉണ്ട്. കാണിക്കൂ. ഓ, ഇത് എനിക്ക് തന്നേക്ക്, ഇത് എനിക്ക് ഉപയോഗപ്പെടും. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇത് എനിക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ട് വരൂ. യൂസ് ആവില്ല, എനിക്ക് തന്നേക്കൂ. അതെ, ഈ ക്യാപ്സ്യൂൾ നിങ്ങൾ എനിക്ക് അല്ല, ഞാൻ തന്നേക്കൂ. കാണിക്കാം, ഒരു പക്ഷേ താങ്കൾക്ക് യൂസ് ആകും. ഇത് എനിക്ക് തന്നേക്കൂ, കാരണം ഇത് ഉപയോഗിച്ച അടി വാങ്ങണ്ടല്ലോ. ഈ രക്തം കണ്ടാൽ അവർ പേടിക്കും. ഇതിൽ കുറച്ച് വെള്ളം പെട്ടാൽ തന്നെ ഇതാ കണ്ടില്ലേ, ഇത് രക്തമായിട്ട് മാറും. ഉം. ഓ, ഇതാണോ ആ കണ്ടില്ലേ, ക്യാപ്സ്യൂൾ? ഞാനിത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓ, അപ്പൊ എനിക്കിത് ഉപയോഗപ്പെടില്ലെന്ന് തോന്നുന്നു. സിനിമയിൽ ഉപയോഗിച്ചാൽ ഇത് നന്നായിരിക്കും. അത് ഞാൻ പറയുന്നത് സത്യമല്ലേ? കാരണം ഇത് തമാശയല്ല, സത്യമല്ലേ? സിനിമയിൽ മേക്കപ്പിന് ഇത് വളരെ പ്രയോജനപ്പെടും, അവിടെ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ചുറ്റും ആയിരക്കണക്കിന് കാണികളുണ്ടാകും. സോ ഞങ്ങൾ ഇതുപോലുള്ള ഒന്നും ഉപയോഗിക്കില്ല. നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗെയിമിൽ ബില്യൺ ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ ക്യാപ്സ്യൂളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗ്രേറ്റ് കലിക്കും അണ്ടർടേക്കറിനും അവിടെ എന്താ പണിയുള്ളത് പറയൂ? ശരി, ഞങ്ങളിപ്പോൾ സമ്മതിക്കുകയാണ് താങ്കളുടെ ശരീരത്തിൽ നിന്ന് വന്നത് യഥാർത്ഥ രക്തം തന്നെയാണെന്ന്. തീർച്ചയായിട്ടും എന്റേതും റിയൽ ബ്ലഡാണ്, മറ്റുള്ളവരുടേതും റിയൽ ബ്ലഡ് തന്നെയാണ്. പിന്നെ താങ്കളുടെ ഫൈറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് രക്തം വരുത്തും. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് ഞാൻ 10 മാച്ച് തോറ്റാൽ 10 മാച്ച് വീണ്ടും വിജയിക്കും. ഞാൻ എല്ലാത്തിലും തോക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓഡിയൻസിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫൈറ്റ്സിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു? സർ, നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഫൈറ്റ് നടന്നിരുന്നു. അതിൽ നിങ്ങളുടെ ഫൈറ്റ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് ആ ഫൈറ്റിൽ നിങ്ങൾ തോറ്റുപോയത്. അങ്ങനെ ഏതെങ്കിലും ഫൈറ്റ് നടന്നിട്ടുണ്ടോ സർ? അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ ഇല്ല. ഞങ്ങൾ ഒരു വർഷത്തിൽ 300-ലധികം ഫൈറ്റുകൾ ചെയ്യും. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫൈറ്റും ഓർമ്മയിലുണ്ടാവില്ല. അല്ല, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുവന്നു? ആക്ച്വലി എനിക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയുമെന്ന് ഞാൻ പറയില്ല. അതേസമയം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നും പറയാൻ പറ്റില്ല. എൻ്റെ മാനേജർ ഒരാളുണ്ട്, രഞ്ജിത്ത് സിംഗ്. അദ്ദേഹം ബേസിക്കലി ഒരു റൈറ്ററാണ് WWEയിൽ. പിന്നെ അദ്ദേഹം അവിടെയാണ് ജനിച്ചത്, US-ൽ. സോ WWEയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അദ്ദേഹം നല്ല പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കും, വളരെ ക്ലീനായിട്ട്. അദ്ദേഹം ഒരിക്കൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാകും. ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന ഹിന്ദി പോലും പലർക്കും അറിയില്ല, എൻ്റെ ഹിന്ദി തന്നെ പലർക്കും അറിയില്ല എന്ന് പറയും. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. നിങ്ങൾ മാംഗോ ക്യാരക്ടേഴ്സ് കണ്ടു കാണും. അദ്ദേഹം ഒരു ഊമയാണെന്നുള്ളതല്ലല്ലോ അതിനർത്ഥം. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയാം. എല്ലാം ക്യാരക്ടറിനനുസരിച്ച് സംഭവിക്കും. അല്ല, എനിക്കൊരു പേടിയുണ്ടായിരുന്നു താങ്കൾക്ക് ആപ്കി അദാലത്തിൽ ശരിക്കും സംസാരിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, താങ്കൾ വളരെ നന്നായിട്ട് സംസാരിച്ചു, വ്യക്തമായിട്ട് സംസാരിച്ചു. താങ്ക് യു. പിന്നെ താങ്കൾ ഇത്രത്തോളം സംസാരിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നടക്കുന്ന ഫൈറ്റിൽ താങ്കൾക്കൊരു സ്ക്രിപ്റ്റ് തരുമെന്ന് പറയുന്നു. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിങ്ങൾ ക്യാമറയിൽ എന്ത് കാണുന്നു അതൊക്കെ റിയലാണ്. അടി കിട്ടുന്നതും ബ്ലഡ് വരുന്നതും എല്ലാം റിയലാണ്. പിന്നെ താങ്കൾക്ക് ലഭിക്കുന്ന ഡോളർ, നോട്ട്, ഇതെല്ലാം യഥാർത്ഥമാണോ? ഓബിയസ്ലി.